ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ വചന വിചിന്തന സമയത്ത് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ പ്രത്യേകമാവണ്ണം നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. 2-ാമത്തെ വാക്യം: വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ വെളിപാട് പുസ്തകം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? സഭ ഇന്ന് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന, ഉദ്ബോധിപ്പിക്കുന്ന പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഈ കാലഘട്ടത്തിൽ സഭ എന്തായിരിക്കണം? സഭ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിൻ്റെ മക്കളുടെ സമൂഹം എങ്ങനെ വ്യാപരിക്കണം? 21-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സഭ എന്താണ്? ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് സഭ. പഴയത് കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ഞാനിപ്പോൾ കാണുന്നത് ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയുമാണ്. അപ്പോൾ സഭ പുതിയ മനുഷ്യരുടെ കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിൽ പൂർണ്ണമായും പുതിയതാക്കപ്പെട്ടവരുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് സഭ. നമ്മുടെ ഇന്നത്തെ ചിന്ത, നമ്മൾ എത്രത്തോളം യേശുക്രിസ്തുവിൽ പുതിയതായിട്ടുണ്ട്. ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായും ആ വ്യക്തി ക്രിസ്തുവിൽ പുതിയതാക്കപ്പെടണം. ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത് റിപ്പയറിംഗ് അല്ല, എന്തെങ്കിലും മിനുക്കുപണികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യൽ അതല്ല. ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി നാഥനും രക്ഷകനും കർത്താവുമായി ഏറ്റുപറയുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായും പുതിയതാക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നുപോയി, ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വന്നിരിക്കുന്നു. ഞാൻ പുതിയവനാണോ? പൂർണ്ണമായും ഞാൻ യേശുക്രിസ്തുവിൽ പുതിയവനാണോ? 2-ാമത്തെ വാക്യം: വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം. കണ്ടോ, അവിടെയും പുതിയ ജെറൂസലേം എന്നാണ് വിളിക്കുന്നത്. യേശുക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ടവൾ. സഭാതനയർ യേശുക്രിസ്തുവിൽ പുതിയതാക്കപ്പെട്ടവരാണ്. എന്തിനോടാണ് ഈ സഭയെ ഉപമിച്ചിരിക്കുന്നത്? ഈ പുതിയ ജെറൂസലേമിനെ തിരുവചനത്തിൽ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയോടാണ് ഈ സഭയെ ഉപമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഭർത്താവിനായി, അതായത് വിവാഹത്തിൻ്റെ അന്ന് ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ ഒരു മണവാട്ടിയോടാണ് സഭയെ ഉപമിച്ചിരിക്കുന്നത്? എന്താണ് ഈ മണവാട്ടിയുടെ പ്രത്യേകത? അന്ന് അവൾ പൂർണ്ണമായും പുതിയവളാണ്. അവൾ തൻ്റെ മണവാളന് വേണ്ടിയിട്ട് അന്ന് പൂർണ്ണമായിട്ട് ഒരുങ്ങിയവളാണ്. പുതിയ വസ്ത്രം, പുതിയ ആഭരണങ്ങൾ, പുതിയ ആനന്ദം. അവൾക്കൊന്നൊരു പുതിയ ആനന്ദമുണ്ട്. ഇന്നലത്തെ ആനന്ദമല്ല അന്ന് അവളുടെ ആനന്ദം. അവൾക്കൊരു പുതിയ ആനന്ദമുണ്ട്. അവൾ അന്നൊരു പുതിയ വ്യക്തിയാണ്. കാരണം അവൾ മണവാട്ടിയാണ്, അവൾ ഭാര്യയാകാൻ പോവുകയാണ്, അവളൊരു പുതിയ വ്യക്തിയാണ്. അടിമുടി അവൾ പുതിയവളാണ്. പുതിയ വസ്ത്രം, പുതിയ ഭാവം, പുതിയ ലുക്ക്, പുതിയ ആഭരണം, സർവാംഗം പുതിയവളാണവൾ. ഈ പുതിയ വ്യക്തിത്വത്തോടാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച സമൂഹത്തെ, സഭയെ ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം പുതിയവരാണ്? യേശുക്രിസ്തുവിൽ ഞാൻ എത്രത്തോളം പുതിയ വ്യക്തിയാണ്? അവിടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടും, പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളാൻ പഴയ തോൽക്കുടങ്ങൾക്കാവില്ല. അങ്ങനെ പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞ് നിറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നും വചനം പറയുന്നുണ്ട്. ആ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തെ പൊളിച്ചു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളണമെങ്കിൽ തോൽക്കുടം പുതിയതാവണം. വീര്യമുള്ള പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളാൻ
തോൽക്കുടം പുതിയ, ഞാനെന്ന തോൽക്കുടം, സഭ എന്ന തോൽക്കുടം എത്രത്തോളം പുതുതാക്കപ്പെട്ടവളാണ്, പുതിയവളാണ്. അതുകൊണ്ടാണ് നിക്കോദേമൂസിനോട് കർത്താവ് ഈ രഹസ്യം അവൻ്റെ കാതുകളിൽ കേൾപ്പിച്ചു കൊടുത്തത്. നിക്കോദേമൂസ് ഇരുട്ടത്ത് ഈശോയെ കാണാൻ വന്ന വ്യക്തിയാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമൂസ് രാത്രിക്ക് യേശുവിനെ കാണാൻ വന്ന വ്യക്തിയാണ്. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. 3-ാം അധ്യായം 2-ാം വാക്യം. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്നും ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതായത് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട് യഹൂദ പ്രമാണിയായ നിക്കോദേമൂസ് യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ മുമ്പിൽ വന്ന് അവനോട് തന്നെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ യേശു അതിന് നിക്കോദേമൂസിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്. യേശു പറഞ്ഞു, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിക്കോദേമൂസേ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുക സാധ്യമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു റിപ്പയറിംഗ് അല്ല വേണ്ടത്. ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ അവിടെയും ഇവിടെയും ഒക്കെ ഇത്തിരി ചെറിയ റിപ്പയറിങ് നടത്തി എന്നെ ഇത്തിരി കൂടി കൊള്ളാവുന്ന ഒരുത്തനാക്കി മാറ്റുകയല്ല വേണ്ടത്. ഞാൻ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും പുതിയവനാകണം. അടിമുടി ഞാൻ യേശുക്രിസ്തുവിൽ, അതാണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞത്. അതായത് പഴയതൊന്നുമില്ല. രണ്ടാമത് ജനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യത്തതൊന്നുമില്ല. പൂർണ്ണമായും രണ്ടാമത് ജനിക്കണം. ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രണ്ടാമത് ജനിച്ച വ്യക്തിയാണോ? 3-ാമത്തെ അധ്യായം 3-ാം വാക്യം നമ്മുടെ ചങ്കിൽ ഇടിമുഴക്കം പോലെ പതിയേണ്ട വാക്യമാണ്. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, നീ വചനം കേട്ട് റിപ്പയറിങ് നടത്തിയാൽ പോരെന്നാ പറഞ്ഞത്. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ അത്യാവശ്യമാണ് ഒരാൾ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി പുതിയതാക്കപ്പെടുക എന്നത്. കൊറിന്തോസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇക്കാര്യം കൊറിന്തോസുകാരെ വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 2 കൊറിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ, ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതമല്ല. യേശുക്രിസ്തുവിൽ ഒരാളായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു തരത്തിലുള്ള സ്വഭാവത്തിൽ ചെറിയ മാറ്റം, പെരുമാറ്റത്തിൽ ചെറിയ മാറ്റം, ശീലങ്ങളിൽ ചെറിയ മാറ്റം, അതിന് പറയുന്ന പേരല്ല ഒരാൾ യേശുക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഹീസ് ഫുള്ളി ന്യൂ, പൂർണ്ണമായും പുതിയവനാണ്. ചിന്തകളിൽ, മനോഭാവങ്ങളിൽ, വിചാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഉള്ളിൽ, പുറമേ പൂർണ്ണമായും പുതിയവനാണ്. ന്യൂ, പുതിയത്. നോക്കുക 17-ാമത്തെ വാക്യം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്, പഴയത് കടന്നുപോയി, നീ ഇനി പഴയ ആളല്ല. നിന്റെ പാരമ്പര്യങ്ങൾ സമ്മാനിച്ച, നിന്റെ ജീവിതം സമ്മാനിച്ച, നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ സമ്മാനിച്ച, ആ പഴയ ജീവിതം സമ്മാനിച്ച ഒരു വ്യക്തി അല്ല നീ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത്, പ്രിയപ്പെട്ടവരെ, പലരും പഴയ ഓർമ്മകൾ സമ്മാനിച്ച, പഴയ ശീലങ്ങൾ സമ്മാനിച്ച ചില വ്യക്തിത്വത്തിൽ ആണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പറഞ്ഞത് കേട്ടോ, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞോ, ഞാൻ പുതിയവനായോ? അതോ പഴയ എന്നിൽ ഇച്ചിരി അതും ഇതുമൊക്കെ വെച്ച് പിടിപ്പിച്ചതേ ഉള്ളോ? നമ്മൾ ധ്യാനിക്കേണ്ടതാണ്, വളരെ ആഴത്തിൽ ധ്യാനിക്കേണ്ടതാണ്.
ഞാൻ പൂർണ്ണമായും പുതിയൊരു വ്യക്തിയായി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കൂടെയുള്ളവർക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിൽ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമല്ലോ? ഒന്ന്, ആത്മാവിലുള്ള ഒരു പുതുജനനം. ആത്മാവിലുള്ള ഒരു പുതുജനനത്തിൻ്റെ നവീകരണം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. റിന്യൂവൽ ഓഫ് ദി ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്. ജ്ഞാനസ്നാനത്തിൻ്റെ ആ അനുഭവത്തിൻ്റെ ഒരു നവീകരണം എന്ന് പറഞ്ഞാൽ പുതുതാക്കപ്പെട്ടതിൻ്റെ നവീകരണം. അതിൻ്റെ അർത്ഥം കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിൽ ആത്മാവിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി അവൻ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം. അതാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. അല്ലാതെ നവീകരണം, കരിസ്മാറ്റിക് നവീകരണം ഒരിക്കലും, അല്ലെങ്കിൽ വചനം ഒരിക്കലും ഒരുവൻ്റെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പുതിയ നുറുങ്ങ് അനുഭവങ്ങൾ കൊടുത്താൽ പോരാ. അവനെ രണ്ടാമത് ജനിപ്പിക്കണം. വചനത്തിൽ അവൻ വീണ്ടും ജനിക്കണം. അതാണ് മാമോദീസായിലൂടെ വീണ്ടും ജനിച്ച ഇവൻ ആ വീണ്ടും ജനന അനുഭവത്തിലേക്ക് തിരിച്ചു പോകണം. വീണ്ടും ജനന അനുഭവത്തിലേക്ക് പുതിയതാക്കപ്പെടണം, പൂർണ്ണമായി പുതിയതാക്കപ്പെടണം ആത്മാവിൽ. അതിന് ഈ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നവീകരണത്തിൽ ആന്തരിക സൗഖ്യം. എന്താണ് ഈ ആന്തരിക സൗഖ്യം? പഴയ ഓർമ്മകൾ അവന് സമ്മാനിക്കുന്ന ഒരു ജീവിതചര്യയിൽ നിന്ന് അവൻ പൂർണ്ണമായും മോചിപ്പിക്കപ്പെടണം. ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിലെ പഴയകാല ഓർമ്മകൾ, സ്നേഹം കിട്ടാത്ത, പരിഗണന കിട്ടാത്ത, വാത്സല്യം കിട്ടാത്ത, നൊമ്പരപ്പെടുത്തുന്ന പഴയകാല ഓർമ്മകൾ, ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ട, കുത്തുവാക്ക് പറഞ്ഞു വളർത്തിയ, അംഗീകരിക്കാതെ വളർത്തിയ, ഇങ്ങനെ നൂറുകണക്കിന് ഓർമ്മകളുണ്ട്. തിക്താനുഭവങ്ങൾ ഉള്ള ഓർമ്മകൾ. ഈ ഓർമ്മകളുടെ ഒരു ബാക്കിപത്രമാകാം ഈ വ്യക്തി. അവനെ മുന്നോട്ട് നയിക്കുന്നത് ഈ പഴയകാല ഓർമ്മകൾ, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഓർമ്മകളാകാം. മുറിവേറ്റ ഓർമ്മകൾ. അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് ആ ഓർമ്മകളാകാം. അവൻ്റെ ചിന്തകളെ ഇന്ന് നയിക്കുന്നത് ആ ഓർമ്മകളാകാം. അവൻ്റെ ചില ബലഹീനതകളുടെ കാരണം ആ ഓർമ്മകളാകാം. അപ്പോൾ അതുകൊണ്ട് നവീകരണ ധ്യാനങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഈ ഓർമ്മകളിൽ നിന്ന് അവൻ പൂർണ്ണമായും സുഖപ്പെടണം. എങ്കിലേ അവന് പുതിയവനാകാൻ പറ്റുള്ളൂ. അതാണ് ആന്തരിക സൗഖ്യം. നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പുതിയതാക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. ഈ ഓർമ്മകളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ ഇന്ന് അവനെ പല വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളിൽ നിന്ന് ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടണം. ആന്തരിക സൗഖ്യം അതാണ്. അവൻ ആന്തരിക സൗഖ്യം വഴി അവൻ പുതിയതാക്കപ്പെടും. പിന്നെ ആത്മാഭിഷേകം, റിന്യൂവൽ ഓഫ് ദി ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മസ്നാനത്തിൻ്റെ നവീകരണം, ആത്മാഭിഷേകം. അതവനെ പൂർണ്ണമായും ആത്മാവിൽ പുതിയവനാകും. ശരീരത്തിൽ, ആത്മാവിൽ, മനസ്സിലൊക്കെ പുതിയവനായി തീരണം വ്യക്തികൾ. നവീകരണ ധ്യാനങ്ങളുടെ അർത്ഥം അതാണ്. അതിലൂടെ സംഭവിക്കേണ്ടത് ഈ പുതുതാക്കപ്പെടലാണ്. വ്യക്തി പുതുതാക്കപ്പെടണം, എങ്കിലേ സഭ പുതിയവളാവുകയുള്ളൂ. നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നാൽ, വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നാൽ അവിടെ കാണുന്ന സുന്ദരമായ ഭാഗം 21-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ വളരെ സുന്ദരമാണ്. 10ഉം 11ഉം വാക്യങ്ങൾ. 10ാമത്തെ വാക്യം, അനന്തരം അവൻ ഉയരമുള്ള ഒരു വലിയ മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറൂസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ 2-ാം വാക്യത്തിൽ കണ്ട പോലെ തന്നെ അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വീണ്ടും ജനിക്കലാണ്. നമ്മൾ വീണ്ടും ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുമല്ലോ. വിശുദ്ധ പത്രോസ് ശ്ലീഹാ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്ന് അല്ല, പിന്നെയോ അനശ്വരവും സനാതനവും സജീവവുമായ ദൈവവചനത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചത് യേശുക്രിസ്തുവിൽ നിന്നാണ്. സജീവമായ, സനാതനമായ, അനശ്വരമായ, നാശമില്ലാത്ത, പുതിയതായ, ജീവനുള്ള
ക്രിസ്തുവിൽ നിന്ന് രണ്ടാമത് ജനിച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ആ ഒരു പുതുമയും ആ ഒരു തേജസ്സും ക്രിസ്ത്യാനിക്ക് വേണ്ടേ? വീണ്ടും ജനിച്ചവന് വേണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. കാരണം എന്താ? അത് ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവളാണ്. ഈ കാൽവരി കുരിശിൽ സുന്ദരമായൊരു ചിത്രമുണ്ട്. ഒരു പടയാളി അവൻ്റെ പള്ളക്കിട്ട് കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പണ്ഡിതന്മാർ ഇങ്ങനെ പറയും, അവൻ്റെ പാർശ്വത്തിൽ നിന്ന് സഭ പിറന്നതാണ് കണ്ടത്. പടയാളി അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് പുറപ്പെട്ടത്, അവിടെ നിന്ന് ഒഴുകിയതാണ് സഭ. അപ്പോൾ സഭ ഒഴുകിയത് ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നാണ്. സഭ ഒഴുകിയത്. ഞാനും നിങ്ങളും അവൻ്റെ പാർശ്വത്തിൽ നിന്ന് രൂപപ്പെട്ടവരാ. അവൻ്റെ കുരിശുമരണത്തിലൂടെ രൂപപ്പെട്ടവരാണ്, ക്രിസ്തുവിലൂടെ രൂപപ്പെട്ടവരാണ്. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിക്ക് ദൈവത്തിൻ്റെ തേജസ് വേണം. അവൻ നശ്വരമായ ബീജത്തിൽ നിന്ന് രൂപം കൊണ്ടവനല്ല. ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ എൻ്റെ പിതാവിൻ്റെ ബീജത്തിലൂടെ ഒരു ഭ്രൂണമായി രൂപപ്പെട്ടെങ്കിൽ, മാമോദീസായിലൂടെ ഞാൻ രണ്ടാമത് രൂപപ്പെട്ടു, രണ്ടാമത് ജനിച്ചു. യേശുക്രിസ്തുവിൽ നിന്ന് ഞാൻ രണ്ടാമത് ജനിച്ചു. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് രണ്ടാമത് ജനിച്ച എൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ തേജസ് അനിവാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ തേജസ് സഭയിൽ, സഭാതനയനിൽ അനിവാര്യമാണ്. ക്രിസ്തുവിൻ്റെ തേജസ്. യേശുക്രിസ്തുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. എല്ലാവരും പ്രകാശിതരായി. നമുക്ക് ഈ തേജസ് എത്രത്തോളം ഉണ്ട്? ഈ പുതുമ എത്രത്തോളം ഉണ്ട്? ഞാൻ എത്രത്തോളം ക്രിസ്തുവിൽ പുതിയതാക്കുക? അതോ എന്നെ ഇപ്പോഴും എൻ്റെ പാരമ്പര്യങ്ങളും എൻ്റെ ജീവിതത്തിലെ, കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിപ്പെടുത്തപ്പെട്ട ഓർമ്മകളുടെ ഭാണ്ഡവും ഭാരവും ഒക്കെയാണോ ഇപ്പോഴും എന്നെ നയിക്കുന്നത്? ഞാൻ സ്വതന്ത്രനാക്കപ്പെട്ടോ? ഞാൻ പുതിയതാക്കപ്പെട്ടോ? യേശുക്രിസ്തുവിൽ പുതിയതാക്കപ്പെടുക. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് രണ്ടാമത് ജനിച്ച വ്യക്തിയാണ്. ഇതെൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ ഇത് വളരെ ഈ പുതുമ, ഒരാളുടെ ന്യൂനെസ് ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിൻ്റെ സൂര്യകാന്ത കല്ലിനുമൊപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിളക്കം നമുക്ക് വേണമെന്നാണ് പറയണത്. ഞാൻ എന്ന ക്രിസ്ത്യാനിക്ക്, ഞാൻ യേശുക്രിസ്തുവിൽ രണ്ടാമത് ജനിച്ചവനാണ്. എനിക്ക് ഈ തിളക്കം ആവശ്യമാണ്. എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ ഉള്ളിന്, എൻ്റെ ഹൃദയത്തിന്, എൻ്റെ ചിന്തകൾക്ക് ഈ തിളക്കം ഇന്ന് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ പഴയ ആൾ തന്നെയാണ്. ഈ പുതുമ നമുക്ക് ആവശ്യമാണ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തിരുവചനം ഓടിയെത്തുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം ഒരു നൊമ്പരം വായിക്കുന്നുണ്ട്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമൂല്യരായ മക്കൾ, 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ? ആ മക്കളെക്കുറിച്ച്, ആ വിലാപത്തിൽ ഏതു മക്കളെക്കുറിച്ചാണോ വിലപിക്കുന്നത്, ആ മക്കളെക്കുറിച്ച് ഇവിടെ ഇതാ വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതിൻ്റെ തിളക്കം ഈ കല്ലിൻ്റെ തിളക്കം. ഏത് കല്ലാണോ കുശവൻ്റെ കരവേലയായ മൺപാത്രം പോലെ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, ഇപ്പോഴിതാ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആ കല്ലിനെ കുറിച്ച് ഇപ്പോഴിതാ പറയുന്നു. ആ കല്ലിന് അതിൻ്റെ തിളക്കം അമൂല്യമായ തേജസ്സിന്, അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനും ഒപ്പം ഉണ്ടായിരുന്നു. ആ കല്ലിന്, ഏത് കല്ല്? ആ
കുശവൻ്റെ കരവേലയായ മൺപാത്രം പോലെ ആയിത്തീർന്ന തങ്കത്തിൻ്റെ ആ തങ്കത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഇത് ആ തങ്കത്തിന് തിളക്കമുണ്ടായി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലുണ്ടാകേണ്ട തിളക്കമാണിത്. ഇത് നമുക്ക് ക്രിസ്ത്യാനിക്ക് ഈ തിളക്കം ആവശ്യമാണ്. ഈ തിളക്കം ആവശ്യമാണ്. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നില്ലേ, 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം? സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കൂലേ? സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്താ കാര്യം? നമ്മൾ യേശുക്രിസ്തുവിൽ പുതിയതാക്കപ്പെട്ടവരാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ രൂപപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ തിളക്കം നമ്മുടെ ഉള്ളിന്, പ്രിയപ്പെട്ടവരെ, വളരെ ആവശ്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക്, ലൂക്കാ സുവിശേഷകൻ വർണ്ണിക്കുന്ന സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. അയാളുടെ വീട്ടിലേക്ക് യേശുക്രിസ്തു വന്നു. അയാൾ യേശുക്രിസ്തുവിനോട് ഭക്ഷണം വിളമ്പി. എന്തുവാട്ടെ സംഭവിച്ചെന്താ? അയാൾ അടിമുടി പുതിയവനായി. അയാൾ തൻ്റെ സ്വത്ത് വിറ്റ് പകുതി ദരിദ്രർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നതിനകത്ത്, പ്രിയപ്പെട്ടവരെ, അയാൾ പുതിയവനായി എന്നാണ് അതിൻ്റെ അർത്ഥം. വാക്കിൽ, നോക്കിൽ, പെരുമാറ്റത്തിൽ പുതിയവനായി. ഈ പുതുതാക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ ഞാൻ പുതിയ വ്യക്തിയായി മാറുന്നില്ലെങ്കിൽ, ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ എന്താണൊരു തെളിവ്? നമ്മൾ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ കണ്ടുമുട്ടുന്ന അങ്ങനെ തന്നെയാണ്. ഉത്ഥാനത്തിന് ശേഷം മുറിയിൽ കയറി കതകടച്ച് പേടിച്ചരണ്ട് ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പുതിയതായി പ്രിയപ്പെട്ടവരെ, പഴയ തോൽക്കുടത്തിലേക്ക് പുതിയ വീഞ്ഞല്ല ഒഴുകി വന്നത്. പുതിയ തോൽക്കുടത്തിലേക്ക് പുതിയ വീഞ്ഞ് വരികയാണ് ചെയ്തത്. അവർ പുതിയവരായി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ മാനസിക തലങ്ങൾ പോലും എന്ത് പുതുമയുള്ളതാണ്. ആരെ പേടിച്ച് കതകടച്ച് അവർ മുറിയിൽ കയറിയിരുന്നോ ആ ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് പത്രോസ് അപ്പോസ്തലനും കൂട്ടരും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന മിശിഹായെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികളാണ്. അപ്പോഴാണ് അവർ പറഞ്ഞു, മിണ്ടാണ്ടിരിടാ. അവർ പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പുതിയവരായില്ലേ? പുതിയ ഭാവം, പുതിയ രൂപം. തളർത്തണില്ലല്ലോ അവരെ തളർത്തണില്ലല്ലോ, അവർ തളരുന്നില്ലല്ലോ. ഒരു പുതിയ മനുഷ്യരായി. ഒന്നിനും അവരെ തളർത്താൻ പറ്റുന്നില്ല. വെളിപാട് പുസ്തകം പറഞ്ഞതുപോലെ, ഇനി ഞാൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും, ദുഃഖമോ മുറവിളിയോ ഇനി ഉണ്ടാവുകയില്ല. അവർ ചുമ്മാ ചെറിയ കാര്യത്തിന് എനിക്കതില്ലേ എനിക്കിതില്ലേ എന്ന് പറഞ്ഞുള്ള കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിന്നു. ഇപ്പോൾ ഒരു പുതിയവരാണ്. ഈ പുതുമ, ഈ പുതുതാക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പുതുതാക്കപ്പെടാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അയക്കപ്പെടുന്നത്. ശിഷ്യന്മാർ അത് സ്വീകരിച്ചു, അവർ പുതുതാക്കപ്പെട്ടു. അങ്ങനെയാണ് അവർ പുതിയ ഭാഷകൾ സംസാരിച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. പുതിയ ഭാഷകൾ സംസാരിച്ചു, അവർ പുതിയതാക്കപ്പെട്ടു. പുതിയ ഭാവം, പുതിയ രൂപം, പുതിയ ഉള്ള്, പുതിയ സംസാരം, പുതിയ മുഖം. അവർ മുഴുവനായി പുതിയതാക്കപ്പെട്ടു. ആത്മാവിൽ പുതിയതാക്കപ്പെട്ടു. ആത്മാവിൽ പുതിയ വ്യക്തികളായിട്ട് അവർ മാറി. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനം നമ്മളെ ഈ പുതിയതാക്കിയതായിരുന്നു. ഈ പുതുമ നമ്മളിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ പുതിയതാക്കപ്പെടലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തുന്നത്. അങ്ങനെങ്കിൽ വചനം സ്വീകരിക്കുന്ന നാം ഈ പുതിയ മനുഷ്യരായി, പുതിയ വ്യക്തികളായി, പുതിയ സൃഷ്ടികളായി ഈ ലോകത്തിലേക്ക് ഇറങ്ങണം. ക്രൈസ്തവൻ പുതിയ സൃഷ്ടിയാവണം. പഴയതല്ല, പുതിയതാണ്. പഴയത് നമ്മളെ സംബന്ധിച്ച് കടന്നു പോകണം. എന്നിട്ട് നമ്മൾ പുതിയ സ്നേഹം, പുതിയ ഭാവം,
പുതിയ വിശ്വാസം ഒക്കെയുള്ള വ്യക്തികളായിട്ട് മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് കടന്നു വന്നത് ഞങ്ങളെ പുതിയ വ്യക്തികളാക്കാനാണ്, ദൈവമക്കളാക്കാനാണ്, ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ തേജസ്സുമുള്ളവരാക്കാനാണ് അങ്ങ് കടന്നു വന്നത്. ഞങ്ങളിൽ പലപ്പോഴും പഴയ മനുഷ്യരായി ഞങ്ങൾ തുടരുന്നു. പഴയ മനുഷ്യൻ്റെ വ്യാപാരങ്ങളും പഴയ മനുഷ്യൻ്റെ ശീലങ്ങളുമായി ഞങ്ങൾ തുടരുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഞങ്ങൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പൂർണ്ണമായും പുതിയതാക്കപ്പെട്ടതുപോലെ ഞങ്ങളും വിചാരവികാരങ്ങളിൽ, ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ, വ്യാപാരങ്ങളിലെല്ലാം പുതിയ വ്യക്തികളായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ മണവാട്ടിയായ ജെറൂസലേമായി സഭ മാറാൻ, ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ പുതിയ മണവാട്ടിയെ പോലെ പുതിയവളായി സഭ മാറാൻ, ഞങ്ങൾ പുതിയവരായി തീരാൻ കർത്താവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രത്യേകമായിട്ട് അമ്മ ഞങ്ങൾ ഈ പുതിയ തലങ്ങളിലേക്ക് ഉയരാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.